ഈ പറയുന്ന വീഡിയോയിൽ പൊളിറ്റിക്സ് ഇല്ല, ജിയോ പൊളിറ്റിക്സ് ഇല്ല, സോഷ്യോളജി ഇല്ല, എക്കണോമി ഇല്ല, ഒന്നുമില്ല. ഇതിനകത്ത് പ്യൂർ ഇൻഫർമേഷനാണ്, ഒരു ഫീച്ചർ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഞാൻ ഇതിനെപ്പറ്റി സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു കഴിഞ്ഞ 2-3 മാസമായിട്ട്. കാരണം ഈ ഗൂഗിളൊക്കെ തപ്പിയിട്ട് ഇവരുടെ വെബ്സൈറ്റ് ഒന്നും പോയിട്ടും ഈ പറയുന്ന കാര്യങ്ങളൊന്നും, നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊന്നും അതിനെപ്പറ്റി കിട്ടുന്നില്ലായിരുന്നു. അവസാനം ഞാൻ ഒരു മലയാളിയെ തപ്പിപ്പിടിച്ചു. ആ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന റേഡിയോ തെറാപ്പിസ്റ്റാണ്, നിലമ്പൂർ സ്വദേശിയാണ്. അപ്പം അയാളിൽ നിന്നും അവിടെയുള്ള സീനിയർ ആയിട്ടുള്ള പല ഡോക്ടേഴ്സിനെ കണ്ടുപിടിച്ച് പുള്ളി പരിചയപ്പെടുത്തുന്നു. അപ്പം അവരോടൊക്കെ സംസാരിച്ച ശേഷമാണ് ഈ വീഡിയോയുടെ കണ്ടന്റ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പം നിങ്ങൾ ഈ വീഡിയോ മുഴുവനും കണ്ട ശേഷം നിങ്ങൾക്കിത് ഉപകാരമായില്ലെങ്കിൽ ഇത് ഉപകാരമാകുന്ന പല ആളുകളുണ്ട് ലോകത്ത്, മലയാളികളായിട്ടുള്ളത്. അപ്പം അവർക്കിത് ഫോർവേഡ് ചെയ്ത് കൊടുക്കണം. കാരണം ഇത് അറിഞ്ഞിരിക്കണം ലോകത്ത് ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന്. കാരണം അത് എല്ലാവർക്കും അത് ഉപയോഗിക്കാൻ സാധിക്കും. കാരണം അതിൻ്റേതായ പ്രത്യേകതയും മാറ്ററും ഉണ്ട്, അതിന് പ്രാധാന്യമുണ്ട്. അപ്പം അതുകൊണ്ട് നിങ്ങളത് മനസ്സിലാക്കുക. നമ്മൾ ലോക പ്രശസ്തമായ പല ആശുപത്രികളുടെ പേര് കേട്ടു. ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട മയോ ക്ലിനിക്, അങ്ങനെ സ്പെഷ്യലൈസ്ഡ് ആണ്. എല്ലാം അമേരിക്കൻ ബേസ്ഡും, ഏഷ്യയിലാണെങ്കിൽ അധികവും നമ്മൾ ഈ കേൾക്കുന്ന സിംഗപ്പൂർ ബേസ്ഡും, UK-യിലും ജർമ്മനിയിലും ഒക്കെയാണ്. പക്ഷേ നിങ്ങൾ ഈ പറയുന്ന ഹോസ്പിറ്റലിനേക്കാളും, അതായത് ഈ ക്യാൻസറുമായി ബന്ധപ്പെട്ട ഒരു ഓങ്കോളജി അല്ലെ, അതേപോലെ ജീൻ തെറാപ്പി, ഇതിനകത്ത് 92% റിസൾട്ട് കൊടുക്കുന്ന ഒരേ ഒരു ഹോസ്പിറ്റൽ മാത്രമേ ഇന്ന് ലോകത്തുള്ളൂ. അതിൻ്റെ പേര് ഷേബ മെഡിക്കൽ സെൻറ്റർ, ടെലവീവ്, അതായത് ഇസ്രായേലിലാണ്. എനിക്കറിയത്തില്ല നിങ്ങൾക്ക് എത്ര പേർക്ക് ഈ ആശുപത്രിയെ പറ്റി അറിയാമെന്ന്. അതായത് നിങ്ങളിപ്പോൾ അമേരിക്കയിൽ ഓൺകോളജിയുമായിട്ടും, അതായത് ക്യാൻസറുമായിട്ടൊരു ട്രീറ്റ്മെൻറ്റിന് പോകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ചെലവിൻ്റെ 60 മുതൽ 70% മാത്രമേ ഉള്ളൂ ഈ ആശുപത്രിയിലെ ചെലവ്, അതായത് ഷേബ മെഡിക്കൽ സെൻറ്റർ എന്ന് പറയുന്ന ഹോസ്പിറ്റലിൻ്റെ ചെലവ്. അപ്പം അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. ഇത് 1948 ഇസ്രായേലി ഗവൺമെൻറ് അവർക്ക് പട്ടാളക്കാർക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് ഈ ഹോസ്പിറ്റൽ. ഇതിപ്പോഴും പൂർണ്ണമായിട്ട് ഗവൺമെൻറ്റിൻ്റേതാണ്. ഇതിൻ്റെ ചാർജസ് എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ നോക്കുവാണെങ്കിലും ഇന്ത്യയിലുള്ള മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അതിനകത്ത് വരുന്ന പല ചാർജുകളെക്കാളും 5% മാത്രമേ കൂടുതലുള്ളൂ. പക്ഷേ മറ്റൊരു സംഭവമുണ്ട്, അവിടെ കിട്ടുന്ന മെഡിസിൻസ്, അതായത് അവരുപയോഗിക്കുന്ന മെഡിസിൻസിന് ഇന്ത്യയിലുള്ളതിനേക്കാൾ വില കുറവാണ്. കാരണം അവിടെ റെഗുലേഷൻ ഉണ്ട് ഗവൺമെൻറ്റിൻ്റെ, ഈ മെഡിസിന് ഇത്ര മാത്രമേ പണം ചാർജ് ചെയ്യാൻ പാടുള്ളൂ. അപ്പം മനസ്സിലാക്കുക, ഇന്ത്യയിലെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെൻറ്റിന് പോകുന്നവർ അതിനേക്കാളും ചാർജ് കുറച്ചിട്ടാണ് ഈ ഷേബ മെഡിക്കൽ സെൻറ്റർ ടെലവീവിൽ പ്രവർത്തിക്കുന്നത്. ഇപ്പം ഇന്ത്യയിൽ നിന്നും, ഇപ്പം ഞാൻ അറിഞ്ഞിടത്തോളം ഇന്ത്യയിൽ നിന്ന് പല സീനിയർ പൊളിറ്റീഷ്യൻസ് നേരെ അമേരിക്കയിലാണ് പോയിക്കൊണ്ടിരുന്നത്. ഇന്ന് അവർ ഏറ്റവും കൂടുതൽ പോകുന്നത് ഈ ടെലവീവിലാണ്. എനിക്ക് അകത്തുനിന്ന് കിട്ടിയൊരു ഇൻഫർമേഷൻ ഉണ്ട്, അതായത് UAE-യുടെ പല കിങ്, അതായത് സൗദി അറേബ്യയുടെയും പലരും, അതായത് റോയൽ ഫാമിലി, അറേബ്യൻ അവിടെയുള്ള ഇസ്ലാമിക രാജ്യങ്ങളിലെ പല ആൾക്കാരും ഇപ്പോഴും പോകുന്നത്, ഈ പറയുന്ന ട്രീറ്റ്മെൻറ്റിന് പോകുന്നത് അമേരിക്കയിലല്ല. ഇവർ ഏറ്റവും കൂടുതൽ പോകുന്ന ഇസ്രായേലിലുള്ള ഈ ഷേബ മെഡിക്കൽ സെൻറ്ററിലാണ്. മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റാണ്. അതേപോലെ അമേരിക്കയിലുള്ള മൾട്ടി മില്യൺ, അത് ബില്യനേഴ്സൊക്കെ അമേരിക്കയിലെ ആശുപത്രിയേക്കാൾ അവർ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ ഷേബ മെഡിക്കൽ സെൻറ്ററിലാണ്. അപ്പോൾ ഇതിന് പല NGO ഫണ്ടിങ്ങും പലതും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഓങ്കോളജിയുമായിട്ട് ബന്ധപ്പെട്ടും, അതേപോലെ ജീൻ തെറാപ്പി, കാർഡിയോളജിയുമായിട്ട് ബന്ധപ്പെട്ടതും, പിന്നെ ന്യൂറോളജി, അതേപോലെ പീഡിയാട്രിക്. ഈ സംഭവത്തിനകത്ത് ഇവർക്ക് കട്ടിംഗ് എഡ്ജ് ടെക്നോളജിയാണുള്ളത്. അതായത് ഇപ്പോൾ ഒരു രോഗി വന്നു കഴിഞ്ഞാൽ അയാളെപ്പറ്റി സ്റ്റഡി ചെയ്ത്, ആ രോഗിയെപ്പറ്റി സ്റ്റഡി ചെയ്തിട്ട് അതിനൊരു റിസർച്ച് ടീമുണ്ട്, വെൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടീം. അതിനു വേണ്ടി പ്രയത്നിച്ച് ഈ സംഭവം, അതായത് പല ക്യാൻസർ പേഷ്യൻറ്റും എല്ലാവരുടെയും രോഗം എല്ലാവരുടെയും ഒരേപോലെ ആയിരിക്കത്തില്ല, എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്,
മരുന്നുകൾ. അപ്പം അതിനു വേണ്ടി മനസ്സിലാക്കേണ്ട ഒരു സംഭവമുണ്ട്. 2016 ഇവർ AI ഉപയോഗിച്ച്, അതായത് രോഗിയെ പരിശോധിക്കുന്ന കാര്യം ഇവർ സ്റ്റാർട്ട് ചെയ്തു. ഇവർ പൈനിയറാണ് AI ഡയഗ്നോസ് ചെയ്യുന്ന കാര്യത്തിൽ. ഇന്നും അറിയാൻ സാധിക്കുന്നത് ഇന്ത്യയിൽ AI ഉപയോഗിച്ച് പരിശോധിക്കുന്ന സമ്പ്രദായം ഇന്നും ഇന്ത്യയിലില്ല. അതായത് വെൽ അഡ്വാൻസ്ഡ് ആണ്. പിന്നെ ഇവരുടെ പരിചരണം എന്ന് പറയുന്നത് ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ആണ്. അതായത് ഇപ്പം ഓങ്കോളജിയിൽ അമേരിക്കയിലെ പല ആശുപത്രിയേക്കാളും 10 മടങ്ങ് മുന്നിലാണ്. അതേപോലെ തന്നെ കാർഡിയാക്, അതിൻ്റെ അകത്ത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കേസുകളിൽ ഇവർ വെൽ അഡ്വാൻസ്ഡ് ആണ്. കാരണം ഇവിടെയുള്ള അധികം ഡോക്ടേഴ്സ് ഈ പണത്തിന് വേണ്ടിയൊന്നുമല്ല ജോലി ചെയ്യുന്നത്. അതായത് അവർ ഒരു രോഗിയെ എങ്ങനെ ശുശ്രൂഷിച്ച് മാറ്റിയെടുക്കാം, അതായത് ഒരു പേഷ്യൻറ്റിൻ്റെ അത് കഴിഞ്ഞുള്ള റീഹാബിലിറ്റേഷനും ഇവർ ടേക്ക് കെയർ ചെയ്യും. അതാണ് ഇതിൻ്റെ സംഭവം എന്ന് പറയുന്നത്. അതായത് ഗ്ലോബലിൽ ഇതേപോലെ ഒരു മെഡിക്കൽ സെൻറ്റർ, ഹോസ്പിറ്റൽ ഇന്നില്ല എന്ന് വേണം ഞാൻ പഠിച്ച് മനസ്സിലാക്കിയെടുത്തോളം, അവിടെ സീനിയർ ഡോക്ടേഴ്സുമായിട്ട് സംസാരിച്ചെടുത്തോളം. അതായത് ഈ പറയുന്ന സീനിയർ ഡോക്ടേഴ്സ് എല്ലാം പഠിച്ചിരിക്കുന്ന അമേരിക്കയിലാണ്. അത് കഴിഞ്ഞ് ഇവർ കൂടുതൽ റിസർച്ചൊക്കെ ചെയ്തിരിക്കുന്നത് ഈ ഷേബ മെഡിക്കൽ സെൻറ്ററിൽ. അതായത് ഇത് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കൂടിയാണ്. അതിൻ്റെ റേറ്റിങ്ങിൽ ഇവർ അമേരിക്കനുള്ള മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളെക്കാളും മുകളിലാണ്. ഇനി മനസ്സിലാക്കുക, നിങ്ങൾ ഇപ്പോഴാണ് നമ്മൾ കേൾക്കുന്ന റോബോട്ടിക് സർജറി, അതായത് ഓർത്തോപീഡിക് സർജറി, അതിലും ഇവർ ലോകത്തിൽ 1ാം സ്ഥാനമാണ്. അതായത് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള റോബോട്ടിക്, അതായത് റിപ്ലേസ്മെൻറ്റ് അതും ഇതൊക്കെ സംഭവം ഉണ്ടല്ലോ, അതിൽ ഇവർ വെൽ അഡ്വാൻസ്ഡ് ആണ്. ഇത് വലിയ ചാർജും കുറവാണ്. അത് മനസ്സിലാക്കാൻ വളരെ ചാർജ് കുറവാണ്. അതായത് അതേപോലെ തന്നെ ഈ ട്രാൻസ്പ്ലാന്റ് ചെയ്യുക, അതായത് ഓർഗൻ നിങ്ങൾക്ക് ഡോണറിനെ കിട്ടുവാണെങ്കിൽ, ഇപ്പം ഞാൻ ഒരു കണക്ക് പറയാം. ഇപ്പം ഇന്ത്യയിൽ, അതായത് കേരളത്തിന് ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ 10-15 ലക്ഷമാണ് ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, പക്ഷെ ഇത് ഈ ഷേബ മെഡിക്കൽ സെൻറ്ററിൽ അപ്പോഴാണ് നിങ്ങൾക്ക് കണക്ക് മനസ്സിലാവുന്നത്, അത് 10 ലക്ഷം രൂപയ്ക്ക് ചെയ്തു കൊടുക്കും അവർ. അതായത് ഒരു രോഗിയുടെ നിന്ന് ലാഭം മേടിച്ച് ഇവർക്കൊന്നും ചെയ്യേണ്ട, കാരണം ഗവൺമെൻറ് ഫണ്ടഡ് ആണ്. അതേപോലെ തന്നെ അവിടെ വരുന്ന ഈ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് വരുന്ന പല രോഗികൾ, അതായത് ബില്യനേഴ്സും മില്യനേഴ്സും, പിന്നീട് അവരവിടെ പണം അവിടെ കൊടുത്തിട്ടാണ് പോകുന്നത്, ഹ്യൂജായിട്ടുള്ള പണം. അതുകൊണ്ട് ഇവർ രോഗികളെ പിഴിയാനൊന്നും നിൽക്കത്തില്ല. അതേപോലെ നമ്മുടെ പല ആശുപത്രികളൊക്കെ പറയും, ചില അസുഖങ്ങൾക്കൊക്കെ മരുന്ന് അമേരിക്കയിൽ നിന്ന് വരണം, അവിടെ നിന്ന് വരണം, അതിന് 1.5 ലക്ഷമാണ് 2 ലക്ഷമാണ്. നിങ്ങൾ കേട്ട് കാണും, ഇതൊക്കെ സ്ഥിരമായിട്ട് പറയുന്ന പരിപാടിയാണ്. പക്ഷേ ഇവിടെ ഈ പറയുന്ന മെഡിസിൻസൊക്കെ, കാരണം അമേരിക്കയായിട്ട് നല്ല ബന്ധമാണ്, ഇതിന് യാതൊരു ലാഭവും ഇല്ലാതെ അവരത് ഈ രോഗിക്ക് കൊടുക്കുകയാണ്. കാരണം അവർ ലാഭം എടുക്കുന്നേ ഇല്ല. അതായത് അവിടെ ഇതേപോലെ മെഡിസിനും ഈ ഡ്രഗ്സിനും ഉള്ള സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ റെഗുലേഷൻ കാരണം ഇവർ ഒരു രോഗിയുടെ നിന്ന് കൂടുതലായിട്ട് 1 രൂപ പോലും മേടിക്കാൻ പാടില്ല. അതാണ് അവിടുത്തെ ഹെൽത്ത് പോളിസി എന്ന് പറയുന്നത്. പിന്നീട് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പല സർജറികളുണ്ട്. അപ്പോൾ അതിലും ഇവർ ലോകത്തിലെ 1ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. അപ്പോൾ പല ഫാക്ടേഴ്സും ഉണ്ട്. അതായത് ഇവിടെ വരുന്ന രോഗി ഏകദേശം 92-95% പൂർണ്ണമായിട്ട് ക്യൂർ ആകുന്നുണ്ട്. ലോകത്തിലെ മില്യനേഴ്സും ബില്യനേഴ്സും അമേരിക്ക വിട്ടിട്ട് ഇപ്പം അങ്ങോട്ട് ഇന്ത്യയിൽ തന്നെ സീനിയറായിട്ടുള്ള പൊളിറ്റീഷ്യൻസ്, അതേപോലെ സിനിമാക്കാർ പോലും ഇങ്ങോട്ടാണ് പോകുന്നത്. അതായത് നിങ്ങൾ മനസ്സിലാക്കുക, ഇന്ത്യയിൽ, കാരണം ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ ചിലവ് കുറഞ്ഞ ഈ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. നമ്മൾ എല്ലാവരും വായിക്കുകയൊക്കെ ചെയ്യുന്നത്, അതിൻ്റെ പേരിൽ പല ആൾക്കാരും ഇവിടെ വരുന്നുണ്ട്. പക്ഷേ അതിനേക്കാളും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഇന്ത്യയുടെ അത്രയേ ഉള്ളൂ ട്രീറ്റ്മെൻറ്റിൻ്റെ ചാർജ് ഈ ടെല്ലവി. അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുമായിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും ഇസ്രായേലി ഗവൺമെൻറ്റുമായിട്ട് കരാറുണ്ട്. ഇന്ത്യക്കാരായ രോഗികൾക്ക്, അതായത് അവിടെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കും. അതായത് ഇവരുടെ വെബ്സൈറ്റ് നിങ്ങൾക്ക് ഗൂഗിളിൽ പോയാൽ കിട്ടും, അല്ലെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് എഴുതിയിരിക്കാം. ഇതിനകത്ത് സിമ്പിളായിട്ട് രജിസ്റ്റർ ചെയ്താൽ മതി. നിങ്ങൾക്കറിയാം, ഇന്ത്യയിൽ നിന്ന് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഉണ്ട് ഡൽഹിയിൽ നിന്ന് ഈ ടെലവീവിന്. അതായത് നിങ്ങൾക്കിത് ആവശ്യമില്ലെങ്കിൽ ഉപകാരപ്രദമാകുന്ന പല ആൾക്കാരുണ്ട്. അതായത് ഫസ്റ്റ് സ്റ്റേജിൽ, സെക്കൻഡ് സ്റ്റേജിൽ ക്യാൻസർ വരുന്ന മറ്റു പല, അതിനെയൊക്കെ ക്യൂർ ചെയ്യുന്ന കാര്യത്തിൽ ഇവർ ഏറ്റവും മുന്നിലാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ നമ്മുടെ മുഖ്യമന്ത്രി, അതായത് കോടികൾ ചെലവാക്കിയാണ് അദ്ദേഹത്തിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി അമേരിക്കയിൽ പോകുന്നത്. അതേപോലെ കോടിയേരി ബാലകൃഷ്ണൻ, ശ്രീ ഉമ്മൻചാണ്ടി, എനിക്കറിയത്തില്ല എന്തുകൊണ്ടാണ് ഇവർക്കൊക്കെ
ഇതേപോലൊരു ഹോസ്പിറ്റലിൻ്റെ പേര് വളരെ ചെലവ് കുറവാണ്. കാരണം ഇവർ 100% ഗ്യാരണ്ടിയാണ്. കാരണം ഇവർക്ക് കട്ടിംഗ് എഡ്ജ് ടെക്നോളജി ഉണ്ട്, വെൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സംഭവമുണ്ട്. എന്തുകൊണ്ട് ഇവരിവിടെ പോയില്ല എന്നുള്ള ചോദ്യമേ. കാരണം ചെലവും വളരെ കുറവാണ്, അതുപോലെ നല്ല പരിചരണമാണ്, ഗ്ലോബൽ വേൾഡ് ക്ലാസ് ആണ് സംഭവം. അപ്പം മനസ്സിലാക്കിയിരിക്കുക, പല ആൾക്കാർക്കും ആവശ്യമുള്ളവർ, നമ്മൾ പൊളിറ്റീഷ്യനാണെങ്കിലും ബിസിനസ്സുകാരാണെങ്കിലും പല ഭാഗത്തുള്ള മലയാളികൾക്കും അറിഞ്ഞിരിക്കണം. ഷേബ മെഡിക്കൽ സെൻറ്റർ എന്ന് പറയുന്നത് അമേരിക്കയിലുള്ള പല ഇൻസ്റ്റിറ്റ്യൂട്ടിനേക്കാളും മെഡിക്കൽ സെൻറ്ററിനേക്കാളും 10 മടങ്ങ് മെച്ചമാണ്. കാരണം അതാണ് അവരുടെ രീതി എന്ന് പറയുന്നത്. ഇനി മറ്റൊരു സംഭവമുണ്ട്, നിങ്ങൾ മനസ്സിലാക്കണം, ഈ പറയുന്ന സുഡാപ്പി ഉൾപ്പെടെ മനസ്സിലാക്കണം, ഇന്നും അവർ പാലസ്റ്റീൻകാരുടെ നിന്ന് വളരെ കുറഞ്ഞ ചാർജ് മാത്രമേ എടുക്കത്തുള്ളൂ. കാരണം അവർ വളരെ പൂവറാണ്, വളരെ ദരിദ്രമുള്ളവരാണ്. അവർക്ക് മാത്രമാണ് ഇവർ ശരിക്കും ഡിസ്കൗണ്ട്. കാരണം ഒരു പാലസ്റ്റീൻ പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാൽ ഒരാളുടെ നോർമൽ ബില്ലിൻ്റെ നിന്ന് 5%, 10% മാത്രമേ അയാളുടെ നിന്ന് എടുക്കൂ. പൂർണ്ണമായിട്ടും പറയാം, ഇവർ പൂർണ്ണമായിട്ടും അവർക്ക് ഫ്രീ ആയിട്ടാണ് ചെയ്തു കൊടുക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു സംഭവം കൂടെയുണ്ട്. യാഹിയ സിൻവ, അതായത് ഇസ്രായേൽ അറ്റാക്ക് ചെയ്ത ഹമാസ് ഭീകരൻ, അദ്ദേഹത്തിന് ക്യാൻസറിൻ്റെ 2nd സ്റ്റേജ് ആയിരുന്നു ഇസ്രായേൽ പിടിക്കുന്ന സമയത്ത്. അയാളെ പൂർണ്ണമായിട്ടും ക്യൂർ ചെയ്തത് ഈ ഷേബ മെഡിക്കൽ സെൻറ്ററിലാണ്. കാരണം ഇവർ പറയുന്നത് അയാൾ ടെററിസ്റ്റ് ആണെങ്കിൽ എന്താണെങ്കിലും ഒരു രോഗിയെ എങ്ങനെ ഞങ്ങൾ നോക്കുന്നു അതേപോലെ തന്നെ ഞങ്ങൾ അവരെ ക്യൂറാക്കുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ ആദ്യം ഇതിനെപ്പറ്റി വായിക്കുകയോ അറിയുകയൊക്കെ ചെയ്ത്. പിന്നീടാണ് ഇങ്ങനൊരു ഹോസ്പിറ്റലിനെ പറ്റി കൂടുതലും മനസ്സിലാക്കി നിങ്ങൾക്ക് ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുണ്ടായ കാരണം. ഇതിനെപ്പറ്റി ഞാൻ വീണ്ടും അഭ്യർത്ഥിക്കും, നിങ്ങൾക്ക് ഇതിനോട് താല്പര്യമില്ല, ഇതിനെ അറിയാൻ താല്പര്യമുള്ള പല ആളുകളുണ്ട്, അവർക്കിത് ഫോർവേഡ് ചെയ്ത് കൊടുക്കണം. അതേപോലെ തന്നെ ഷേബ മെഡിക്കൽ സെൻറ്ററിൻ്റെ ലിങ്ക് ഇതിൻ്റെ താഴെ കൊടുക്കുന്നുണ്ട്. അതവരുടെ വെബ്സൈറ്റാണ്. അതിൽ നിങ്ങൾ പോയി വായിച്ചു കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ പിടികിട്ടും. അവിടെ പോയി നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. അതായത് വെബ്സൈറ്റ് രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങളുടെ മെഡിക്കൽ റെക്കോർഡ്സ് എല്ലാം കൊടുത്ത് അവർ പറയും എന്നാണ് വരേണ്ടത്. ഒരു കാര്യം മനസ്സിലാക്കുക, അഡ്വാൻസ്ഡ് ആയിട്ട് ബുക്ക് ചെയ്യേണ്ട ഹോസ്പിറ്റലാണ്, പക്ഷേ ഇന്ത്യൻസിന് അവിടെ പ്രത്യേക പരിഗണന കൊടുക്കുന്നു എന്നാണ് അറിയുവാൻ സാധിക്കുന്നത്.